ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ രാവിലെ കാലമായിരിക്കുമ്പോൾ പ്രീതി മക്കളെ ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം വിശ്വാസം എന്നതാണ്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. പക്ഷേ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ നമുക്ക് വിശ്വാസത്തിന്റെ ശക്തിയെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യഹോവയായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞതനുസരിച്ച് അബ്രഹാം എപ്രകാരം യഹോവയായ ദൈവം അബ്രഹാമിനോട് സംസാരിച്ചോ അതുപോലെ തന്നെ ചെയ്യുവാൻ, ഹല്ലേലൂയ, അതായത് വിശ്വാസത്തിലുള്ള അപ്പനോടുള്ള ആ വിശ്വാസത്തിന്റെ ആ ഉറപ്പാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ വായിക്കുന്നു ഇപ്രകാരമാണ്: അതിനുശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോര്യാദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കാൻ എന്ന് അരുളി ചെയ്തു. പ്രിയ മക്കളെ നോക്കും, വിശ്വാസത്തിന്റെ ത്യാഗപ്രവൃത്തിയാണ് കാണാൻ കഴിയുന്നത്. അതായത് നിന്റെ മകനെ തന്നെ, ഹല്ലേലൂയ, നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ തന്നെ യാഗം കഴിക്കണം. ഹല്ലേലൂയ. എന്നിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാലിക്കാരിൽ 2 പേരെയും തൻ്റെ മകൻ ഇസ്ഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറക് കീറി എടുത്തും കൊണ്ട് പുറപ്പെട്ടു. നോക്കൂ, വിശ്വാസത്തിന്റെ അനുസരണം തൻ്റെ മകനുമായി പുറപ്പെടുകയാ. ഹല്ലേലൂയ. നോക്കൂ, ഞാനും മകനും തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷ, ഹല്ലേലൂയ, അബ്രഹാമിനുണ്ടായിരുന്നു. ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്, ഞാനും ബാലനും അവിടുത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം. ഹല്ലേലൂയ. നോക്കൂ, വിറകും തീയും കത്തിയും ഉണ്ട്. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഈ മകൻ ചോദിക്കുന്നുണ്ട്, അപ്പാ, യാഗമൃഗം എവിടെ? തീയും വിറകും എല്ലാം എടുത്തല്ലോ, ഹോമയാഗത്തിനുള്ള മൃഗം എവിടെ? ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്നുണ്ട്, അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്ത് തൻ്റെ മകനായ ഇസ്ഹാക്കിന്റെ ചുമലിൽ വെച്ചു. തീയും കത്തിയും താൻ എടുത്തു. ഇരുവരും ഒന്നിച്ചു നടന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇസ്ഹാക്ക് തൻ്റെ അപ്പനായ അബ്രഹാമിനോട്, അപ്പാ എന്ന് പറഞ്ഞതിന് അവൻ, എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകും ഉണ്ട്, ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെയെന്ന് അവൻ ചോദിച്ചു. ദൈവം തനിക്ക് ഹോമയാഗത്തിനൊരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ചു നടന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഒന്നിച്ചു നടക്കുമ്പോൾ, ഐക്യതയോട് നടക്കുമ്പോൾ വിടുതൽ അനുഭവിപ്പാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. അബ്രഹാമിന്റെ ഉള്ളിൽ പലവിധമായ ഹല്ലേലൂയ വേദനയോടെയാണ് കടന്നു പോകുന്നതെങ്കിലും അവരൊന്നിച്ചു നടക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവിക വിടുതൽ അവിടെ അനുഭവിപ്പാൻ ഇടയായിത്തീരുമെന്ന് തൻ്റെ പിതാവ്, ഹല്ലേലൂയ, അബ്രഹാമിന് അറിയാം. തൻ്റെ പിതാവ്, ഹല്ലേലൂയ, യഹോവയായ ദൈവം തന്നെ തനിച്ചു വിടുന്ന അപ്പനല്ല, എന്നോട് കൂടെയുള്ള അപ്പനാ, ഇന്നുവരെ നടത്തിയ അപ്പൻ ഇനി മേലാലും നടത്തുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. നോക്കൂ, താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവർ എത്തി. അബ്രഹാം ഒരു യാഗപീഠം പണിതു, വിറകടുക്കി തൻ്റെ മകൻ ഇസ്ഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ വിറകിന്മീതെ കിടത്തി. ഹല്ലേലൂയ. നോക്കൂ, വിശ്വാസത്തിന്റെ ഉറപ്പാ, വിശ്വാസത്തിന്റെ സ്ഥിരതയാണ് അവിടെ കാണാൻ കഴിയുന്നത്. മകനെ കെട്ടി അവിടെ കിടത്തി. ഹല്ലേലൂയ. പിന്നെ അബ്രഹാം കൈ നീട്ടി തൻ്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. ഉടനെ യഹോവയുടെ ദൂതൻ, ഹല്ലേലൂയ, പറയുകയാണ്, ബാലന്റെ മേൽ കൈവെക്കരുത്. ഹല്ലേലൂയ. അബ്രഹാമേ എന്ന് വിളിച്ചപ്പോൾ ആ വിളി കേൾക്കുവാൻ, അതായത് ദൈവവിളി ശ്രദ്ധിച്ചു കേൾക്കുവാൻ ഒരുവൻ, ഹല്ലേലൂയ, ഒരുക്കത്തോടെ ഇരിക്കുന്നുവെങ്കിൽ അവിടെ ദൈവിക വിടുതൽ അനുഭവിപ്പാൻ ഇടയായിത്തീരും. പ്രിയ മക്കളെ, ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ നാം ദൈവവിളി കേൾക്കുവാൻ ഹല്ലേലൂയ, ഉറപ്പോടെ ഇരിക്കുകയാണോ? ജാഗ്രതയോടെ ഇരിക്കുവാണോ? അപ്പന്റെ ശബ്ദത്തിന് വേണ്ടി, ഹല്ലേലൂയ, കാതോർത്തിരിക്കുവാണോ? എങ്കിൽ പ്രിയ മക്കളെ, ഹല്ലേലൂയ, അബ്രഹാമേ എന്ന് വിളിച്ചതുപോലെ നമ്മുടെയും പേര്, ഹല്ലേലൂയ, ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അപ്പൻ വിളിക്കും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വിളി കേൾക്കുവാൻ ഒരുക്കത്തോടെയാണോ? പ്രിയ മക്കളെ, നാം വിളി കേൾക്കുവാൻ ഒരുക്കത്തോടെയാണെങ്കിൽ അബ്രഹാമിനെ, ഹല്ലേലൂയ, ഇവിടെ ഇസ്ഹാക്കിനെ രക്ഷിച്ചതുപോലെ
അബ്രഹാമിന്റെ കരത്തിൽ ഹല്ലേലൂയ അപ്പൻ ഹല്ലേലൂയ കൈ പിടിച്ചതുപോലെ നമ്മുടെയും കരത്തിൽ അപ്പൻ കരം പിടിക്കും. ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ നമുക്ക് വിശ്വാസത്തോടെ മുന്നേറാം. ഹല്ലേലൂയ ഇവിടെ വായിക്കുന്നുണ്ട്, അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു, ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. ബാലന്റെ മേൽ കൈവയ്ക്കരുത്, അവനോട് ഒന്നും ചെയ്യരുത്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായികൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. ഹല്ലേലൂയ പ്രിയ മക്കളെ, ഇന്ന് ഹല്ലേലൂയ ദൈവത്തെ ഭയപ്പെട്ടാണോ ജീവിക്കുന്നതെങ്കിൽ ഹല്ലേലൂയ അപ്പനത് മനസ്സിലാവും. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ നമ്മൾ ഹല്ലേലൂയ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരാണോ അതോ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാണോ? ദൈവത്തെ ഭയന്നാണോ ജീവിക്കുന്നത് അതോ മനുഷ്യരെ ഭയന്നാണോ ജീവിക്കുന്നത്? ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ നമ്മൾ ഹല്ലേലൂയ യഹോവയെ ഭയപ്പെട്ട് കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്നവരായി അപ്പനാൽ അനുഗ്രഹം പ്രാപിച്ച് മുന്നേറുന്നവരായി തീരണം. ഹല്ലേലൂയ എന്നിട്ട് വായിക്കുന്നുണ്ട്, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായിക്കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നത് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിൻപുറത്തൊരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ച് തൻ്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ യിരേ എന്ന് പേരിട്ടു. ഹല്ലേലൂയ പ്രിയ മക്കളെ നോക്കൂ, പിന്നീട് അബ്രഹാമും തൻ്റെ മകനും കൂടെ ഹല്ലേലൂയ തിരിച്ചു പോകുന്നതായിട്ട് മടങ്ങി പോകുന്നതായിട്ട് നോക്കൂ. വിശ്വാസത്തിന്റെ വിജയം അവിടെയാ കാണുന്നത്. ഹല്ലേലൂയ വിശ്വാസത്തോടെ അപ്പൻ പറയുന്നത് നിങ്ങൾ കേൾക്കുവാൻ ഒരുക്കത്തോടെയാണോ എങ്കിൽ ഹല്ലേലൂയ അപ്പന്റെ ഹല്ലേലൂയ മറുപടിയും കാണുവാൻ നമുക്ക് സാധിക്കും. ഹല്ലേലൂയ നാം വിചാരിക്കും, അയ്യോ എന്നെ കൊണ്ട് ഇങ്ങനെയാണോ ചെയ്യിക്കുന്നത്, ഞാൻ ഇത്ര നാളും അപ്പന്റെ കൂടെ നടന്നിട്ട് എനിക്കിതാണോ വന്നത്? ഹല്ലേലൂയ പ്രിയ മക്കളെ, നമ്മൾ ഭാരത്തോടിരിക്കുന്ന വിഷയത്തിന്മേൽ നമ്മൾ ഇങ്ങനെ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ അപ്പൻ നമ്മുടെ കരങ്ങളിൽ വഹിക്കും. ഹല്ലേലൂയ നമ്മെ കാത്തു പരിപാലിക്കും. നമുക്ക് വേണ്ടുന്നത് അപ്പൻ നൽകി തരും. ഹല്ലേലൂയ നാം പേടിക്കുവാനുള്ളവരല്ല, ഭയപ്പെട്ട് ഹല്ലേലൂയ മനുഷ്യരെ ഭയപ്പെടുവാനുള്ളവരല്ല, അപ്പനെ ഭയപ്പെട്ട് തന്നെ ജീവിക്കുന്നവരായിരിക്കണം. അപ്പൻ പറയുന്നത് കേട്ടനുസരിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ വിശ്വാസത്തിൽ നമുക്ക് സ്ഥിരതയുണ്ടായിരിക്കണം, വിശ്വാസത്തിൽ നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം. ഹല്ലേലൂയ അനുസരണത്തോടെ ഹല്ലേലൂയ വിശ്വാസം ഹല്ലേലൂയ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അവിടെ ദൈവിക വിടുതൽ അനുഭവിപ്പാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ വിശ്വാസത്തോടെ നമ്മുടെ പ്രവൃത്തികൾ ചെയ്യണം, അവിടേക്കാണ് വിടുതലുള്ളത്. പ്രീതി മക്കളെ ഹല്ലേലൂയ അല്ല എനിക്കൊരു മകനേ ഉള്ളൂ എനിക്കൊക്കത്തില്ല എന്ന് പറഞ്ഞിരുന്നാൽ അവിടെ ഹല്ലേലൂയ വിടുതൽ നടക്കത്തില്ല. ഹല്ലേലൂയ അപ്പൻ പറയുന്നത് അതേപോലെ കേൾക്കുകയാണെങ്കിൽ നമുക്ക് വിടുതൽ അനുഭവിപ്പാൻ ഇടയായിത്തീരും. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവെ ഞാനിതാ എന്നെ സമർപ്പിക്കുന്നു അപ്പ, അങ്ങയുടെ ഇഷ്ടം മതി, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം എന്നെ നിറവേറട്ടെന്ന് പറഞ്ഞ് അപ്പനിലേക്ക് സമർപ്പിക്കുവാണെങ്കിൽ ഏത് പാരമ്പര്യ വിഷയവും കർത്താവപ്പച്ച നമുക്ക് ഹല്ലേലൂയ വെറും സ്മൂത്തായിട്ട് അത് നൽകി തരും, അത് ചെയ്തു തരും. വിശ്വാസത്തിൽ നമുക്ക് മുന്നേറാം. ദൈവം എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാട്ടെ. കർത്താവെ ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെയും വിശ്വാസം ഹല്ലേലൂയ ഉറയ്ക്കുവാൻ, അപ്പനിലുള്ള വിശ്വാസം ഉറയ്ക്കുവാൻ ദൈവം സഹായിക്കണമേ. കർത്താവെ പലപ്പോഴും ഞങ്ങൾ ഹല്ലേലൂയ കാറ്റിനാൽ ഹല്ലേലൂയ ആടി ഉലയുന്ന ഹല്ലേലൂയ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. ഹല്ലേലൂയ എങ്ങനെ മുന്നോട്ട് പോകുന്നു? ഹല്ലേലൂയ ഭാരത്തോടിരിക്കുന്ന മക്കളുടെ വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കണമേ. ആരുടെയും വിശ്വാസം ഹല്ലേലൂയ പോയി പോകാതിരിപ്പാൻ ഹല്ലേലൂയ അപ്പനിൽ ഉറപ്പോട് തന്നെ നിൽപ്പാൻ ഈ ദിവസങ്ങളിൽ ഇടയാക്കണം. ഹല്ലേലൂയ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന പല സംഭവങ്ങളും ഹല്ലേലൂയ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അപ്പനിലുള്ള വിശ്വാസത്തിൽ ഉറപ്പോടെ തന്നെ നിൽപ്പാൻ ഓരോരുത്തരെയും സഹായിക്കണമേ. കർത്താവ് പച്ച അങ്ങയുടെ കരങ്ങളിൽ ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. ഇന്നത്തെ ഹല്ലേലൂയ വചനം ഓരോ മക്കളുടെ വിശ്വാസം വർദ്ധിക്കുന്നതായി തീരുവാൻ ദൈവം സഹായിക്കണം. കരങ്ങളിൽ സമർപ്പിക്കുന്നപ്പ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ സ്തോത്രം.